യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 144 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നാം ഇന്ന് ചിന്തിക്കുന്നത് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും ദൈവം അവരെ വിടുവിപ്പാൻ തീരുമാനിച്ചു. അതിൻ്റെ കാരണങ്ങൾ ഊഴിവേലക്കാരുടെ മർദ്ദനം അവർക്ക് സഹിക്കാൻ കഴിയാതായി പോയി. അവരെ അടിമകളെക്കാട്ടിലും വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി. അവർക്കവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായി. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം, അവർ നെടുവീർപ്പിട്ടു നിലവിളിച്ചു. അടിമവേല ഹേതുവായി നിലവിളി ദൈവം കേട്ടു. ദൈവം കേട്ടപ്പോൾ അവരെ അവിടുന്ന് വിടുവിക്കാൻ തീരുമാനിച്ചു. നീണ്ട നാളുകൾ അടിമവേല ചെയ്തെങ്കിലും അവർ നിലവിളിച്ചില്ല, അവർ കരഞ്ഞില്ല. ഇതിനകത്തൊരു ആത്മീയ പാഠം നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നാലും നമുക്കിവിടെ നിൽക്കാനായിട്ട് ഒരു വഴിയുമില്ല. തകർന്ന മനസ്സിൻ്റെ ഉടമസ്ഥരാണെങ്കിൽ നാം നിലവിളിച്ചാൽ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങള്, ഭാരങ്ങള്, ബുദ്ധിമുട്ടുകൾ നമ്മുടെ ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യും ദൈവമാണ്. ഒരുപാട് ചരിത്രമുണ്ട്, ഞാനതൊന്നും വിവരിപ്പാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവം മോശയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ദൈവം മോശയോട് പറഞ്ഞത്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടം അറിഞ്ഞിരിക്കുന്നു, നീ അവരെ വിടുവിക്കണം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യം. പക്ഷേ മോശ ഇപ്പോൾ മിസ്രൈമിലല്ല. ചില വർഷങ്ങൾക്ക് മുമ്പേ, 10-40 വർഷങ്ങൾക്ക് മുമ്പേ ജീവരക്ഷാർത്ഥം അവൻ ഓടിപ്പോയി ആ രാജ്യത്തല്ല വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. പക്ഷെ അവന് അവിടെ തിരിച്ചു വന്നാൽ അത് ബുദ്ധിമുട്ടാണെന്നും അവന് ചിന്തിച്ചു കാണും. പക്ഷെ ദൈവം വിചാരിച്ചാൽ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാം. നിലവിളി ദൈവം കേൾക്കുകയും ദൈവം മോശയോടെ അരുളി ചെയ്തു, എൻ്റെ ജനത്തെ നീ വിടുവിച്ചേ പറ്റുകയുള്ളൂ. ദൈവം ഇടപെട്ടതുകൊണ്ട് ഹോരേബ് പർവ്വതത്തിൽ ദൈവത്തിൻ ദൂതൻ വന്ന് ഇടപെട്ടു. മോശ ഇസ്രായേൽ രക്ഷിപ്പാൻ വേണ്ടി തയ്യാറായി. ഒരു ആത്മീയ കാര്യം കൂടെ ഞാൻ പറയട്ടെ. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 46-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ബർത്തലമായി എന്ന ഒരു കുരുടൻ, അവൻ ഭിക്ഷക്കാരൻ, ലോകം അംഗീകരിക്കാത്ത ആളുകളായിട്ടാണ് ഇന്ന് ഇവരെ ചിന്തിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, അവർ മനുഷ്യരാണെന്നും അവർക്കും ആത്മാവുണ്ടെന്നും നമ്മൾ ഓർക്കണം. ഭിക്ഷക്കാരനാണ്, കുരുടനാണ്. യേശു ആ വഴിയായി കടന്നു പോകുന്നു. അവൻ ഉറക്കെ നിലവിളിക്കുകയാണ്. അവൻ നിലവിളിയുടെ വാക്ക് കേട്ടണം. എന്തെല്ലാം വാക്കുകളാണ്! ദാവീദ് പുത്ര,
യേശുവേ, നിനക്ക് എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അവന്റെ വാക്കുകൾ കേൾക്കണം. ദാവീദ് പുത്ര യേശുവേ എന്ന് ഉറക്ക നിലവിളിച്ചു. നിലവിളിയുടെ മുമ്പിൽ ദൈവം ചോദിക്കുന്നു, എന്തു വേണം ചോദിച്ചു. ഞാൻ വിളിക്കുന്നത് റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശു ഉടനെ നിന്റെ പാപങ്ങളൊക്കെ ഏറ്റുപറയാനായിട്ടൊന്നും പറഞ്ഞില്ല. അവന്റെ നിലവിളിയുടെ മുമ്പിൽ അവന്റെ പാപങ്ങളെല്ലാം അലിഞ്ഞുപോയി. ഇതൊരു വലിയ സത്യമാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. അവന്റെ നിലവിളിയുടെ മുമ്പിൽ ദൈവം അത്ഭുതം ചെയ്തു. നീ മടങ്ങി വരാം. അവരുടെ കഷ്ടതയിൽ നിന്നും വിടിവിപ്പാൻ മോശയെ എഴുന്നേൽപ്പിച്ചു. അവരെ വിടുവിക്കുന്നതിന് വേണ്ടി ഒന്നൊന്നായി 10 ബാധകളെ അങ്ങോട്ട് വിട്ടു. ഒന്നാമത്തെ ബാധ വെള്ളം രക്തമായി. പുറപ്പാട് 7-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യം മുതൽ. രണ്ടാമത്തേത് തവളയുടെ ബാധ. 8-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെയും. 3 പേൻ. 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെയും. 4 നായീച്ച. 8-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെയും. മൃഗത്തിന് മേൽ വ്യാധി വന്നു. 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെയും. പരുക്കൾ വന്നു. 9-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. 7 കൽമഴ. 9-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മുതൽ. 8 വെട്ടിക്കിളി. 10-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം മുതൽ. 9 കൂരിരുട്ട്. 10-ാം അധ്യായത്തിന് 21-ാമത്തെ വാക്യം മുതൽ 29-ാമത്തെ വാക്യം വരെയും. കടിഞ്ഞൂൽ സംഹാരം. 11-ന്റെ 4-5. ഇങ്ങനെ 10 ബാധകൾ അവരുടെ മേൽ ദൈവം ആഞ്ഞു വീശി. അവരുടെ നിക്കക്കള്ളിയിലേതായി. ഫറവോൻ വിളിച്ചു പറഞ്ഞു, മോശെ അഹരോനെ, എത്രയും വേഗം നിങ്ങൾ പോയിക്കൊള്ളുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾ നീണ്ട നാള് ചരിത്രം പഠിച്ചാൽ ഏകദേശം ഒരു 100 വർഷത്തോളം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വേറെ ഒരു ഗോത്രത്തിൽപ്പെട്ട രാജാവ് വന്നപ്പോൾ യോസേപ്പിനെ അറിയാത്ത ആളായതുകൊണ്ട് ഇവരെ പീഡിപ്പിച്ചു. ഇതെല്ലാം ദൈവത്തിന്റെ ഹിതമാണ്. നമ്മൾക്കുണ്ടാകുന്ന പീഡകളെ, നമുക്കുണ്ടാകുന്ന സുവിശേഷത്തിന് വിരോധമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് ബുദ്ധിമുട്ടിലും നമ്മളെ ചിലപ്പോൾ 100 കണക്കിന് ആളുകൾ ഉപദ്രവിച്ചേക്കാം. നമ്മുടെ ആരാധന മുടക്കിയേക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ദൈവദാസന്മാർ ഒരു പക്ഷെങ്കില് കൊലപ്പെടുത്തിയേക്കാം. ആരാധനാലയങ്ങൾ ഇല്ലാതാക്കാം. പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് മനസ്സിലാക്കുക. അതിൻ്റെ പുറകിൽ നിലവിളിക്കുക. ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യും. തുടർന്നും ക്ലാസ്സിലേക്ക് ഇവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഭാരതത്തിനോട് പ്രാർത്ഥിക്കുക. വരിൽ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.